ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്മാർട്ട് ഇറ്റ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഷോർട്ട് സ്റ്റോറിയാണ്, ഗെയിംസ് അറ്റ് ട്വൈലൈറ്റ് ബൈ അനിത ദേശായി. അനിത ദേശായി ഈസ് ആൻ ഇന്ത്യൻ നോവലിസ്റ്റ് ആൻഡ് ആസ് എ റൈറ്റർ. അപ്പം ഗെയിംസ് അറ്റ് ട്വൈലൈറ്റ് ആൻഡ് അതർ സ്റ്റോറീസിലാണ് ഈ ഷോർട്ട് സ്റ്റോറി വരുന്നത്. അപ്പം ഗെയിംസ് അറ്റ് ട്വൈലൈറ്റ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ഒരു യങ് ബോയ് നെയ്മഡ് രവി ഹു പ്ലേസ് ഹൈഡ് ആൻഡ് സീക്ക് വിത്ത് ഹിസ് brothers and sisters in very hot summer day. അപ്പോൾ ഈ ഷോർട്ട് സ്റ്റോറി എന്ന് പറയുമ്പോൾ വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ബട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറി തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിലത്തെ ക്യാരക്ടേഴ്സിനെ നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് മീരയാണ്, MIRA ആണ്. സജസ്റ്റ് ടു പ്ലേ ഹൈഡ് ആൻഡ് സീക്ക്. അപ്പം മീരയാണ് നമുക്ക് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാം. ഇതൊരു ഹോട്ട് സമ്മർ ഡേ ഒക്കെയാണ്. അപ്പം ഇവർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സൊക്കെ ആണല്ലോ. അപ്പം വീട്ടിൽ നിന്ന് ഇത്രയും ചൂടൊക്കെ ആയതുകൊണ്ട് പിള്ളേരെ വെളി കളിക്കാനൊന്നും അമ്മമാർ സമ്മതിക്കുന്നില്ലായിരുന്നു. അപ്പം വരാന്തേ കളിച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണ് അമ്മമാർ പിന്നെ കുളിക്കാനും മറ്റു കാര്യത്തിനൊക്കെ പോകുന്നത്. അപ്പോൾ ഈ പിള്ളേർ ആദ്യം അപ്പോൾ അവർ സമ്മതിച്ചു, ഓക്കെ വരാന്തേ കളിക്കാം. ആദ്യം ഇവർ വരാന്തേ കളിക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞ് നേരം വെളിയിലോട്ട് അങ്ങ് ഇറങ്ങും. അപ്പം മീരയാണ് നമുക്ക് പറയുന്നത് നമുക്ക് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാം. പിന്നെ രഘു എന്ന് പറയുന്നത് മൂത്ത കുട്ടിയാണ്, ഫുട്ബോൾ ചാമ്പ്യനൊക്കെയാണ്, ഓക്കെ, എല്ലാത്തിനും വിൻ ചെയ്യുന്ന ഒരാളാണ്. രവി എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറയുന്നത്, നമ്മുടെ നായകൻ. അപ്പം ഈ രവിക്കാണെങ്കിൽ ജയിച്ചാൽ മതി, എല്ലാ കളിക്കും ജയിച്ചാൽ മതി. കാരണം രഘു ആണ് എപ്പോഴും ചാമ്പ്യൻ ആവുന്നത്. പക്ഷേ രവി ഇപ്പോൾ വിചാരിക്കുന്നത് തനിക്ക് എങ്ങനെയെങ്കിലും ഗെയിം ജയിച്ചേ പറ്റത്തുള്ളൂ. മനു എന്ന് പറയുന്നത് യങ്ങറാണ്, ഏറ്റവും ഇളയവനാണ്. അപ്പം ഇവർ ആദ്യം കളിക്കുന്ന ഹൈഡ് ആൻഡ് സീക്കാണ്. അപ്പം ഇറ്റ് എന്ന് പറയുന്നത് എന്താണ്, ക്യാച്ചറിൻ്റെ പേരാണ് IT. അപ്പം അതാകുന്നത് രഘുവാണ്, ഓക്കെ. അപ്പം രഘു അങ്ങനെ എണ്ണാൻ പോകുമ്പോൾ ബാക്കി എല്ലാവരും ഒളിക്കണമല്ലോ. അപ്പോൾ ഈ രവി ചെന്ന് വിടുന്നത്, രവി തന്നെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ താൻ തോക്കും, പിന്നെ താൻ പോയി ക്യാച്ചറാവണം, ഇറ്റാവേണ്ടി വരൂ എന്നൊക്കെ വിചാരിച്ച് രവി ആർക്കും അറിയാത്ത ഒരു ഷെഡിലാണ് പോയി ഒളിച്ചിരിക്കുന്നത്. അവരുടെ തന്നെയുള്ള അവിടെയുള്ള ഒരു ഷെഡിൽ പോയിരിക്കും. അവിടെയാണ് ഭയങ്കര ഡാർക്കാണ്. പിന്നെ ഈ രവിക്ക് എന്തെന്ന് വെച്ചാൽ ഒരു ഫോബിയ എന്ന് പറയുന്നത് ഫിയർ, പേടി എന്ന് പറയുന്നത് ഈ ഭയങ്കര ഡാർക്കായിട്ടുള്ള സ്ഥലങ്ങളും സ്നേക്സ്, റെപ്പറ്റൈൽസ്, സ്പൈഡർ, ആൻസ്, ഇതിനെയൊക്കെ ഈ ഇഴജന്തുക്കളെയൊക്കെ പേടിയാണ്. അപ്പം ഈ ഷെഡ് എന്ന് പറയുമ്പോൾ എന്താണ്, അൺനോൺ ആണ്. കാരണം അവിടെ എന്തുവാ പതിഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഇരുട്ടും കൂടിയല്ലേ. അപ്പോൾ രഘുവിനാണെങ്കിൽ ഇനി രഘു എണ്ണിക്കഴിഞ്ഞു, അപ്പോൾ ബാക്കിയുള്ളവരെ കണ്ടുപിടിക്കണമല്ലോ. രഘുവിനൊരു സ്റ്റിക്ക് വെച്ച് ഇങ്ങനെ ഈ ഷെഡിൻ്റെ ഒക്കെ അടുത്തൂടെ ഇങ്ങനെ പോകും. പക്ഷേ ഷെഡിലോട്ടൊന്നും വരത്തില്ല, ഈ രവിനെ കണ്ടുപിടിക്കാനൊന്നും വരത്തില്ല. പക്ഷെ ആരും തന്നെ ബോദർ ചെയ്യുന്നില്ല ഈ രവിയെ കണ്ടുപിടിക്കാൻ. എനിക്ക് തോന്നുന്നു രവീനെ ഇവർ മറന്നു പോവുകയാണ് ചെയ്തത്. അപ്പം രവീനെ കണ്ടുപിടിക്കാൻ ആരും തന്നെ വരുന്നില്ല. അപ്പോൾ അവിടെ ഇഗ്നോറൻസും ഇൻസിഗ്നിഫിക്കൻസും നെഗ്ലിജൻസും ഒക്കെ കാണാം. അപ്പം രവിക്ക് രവിയുടെ മനസ്സിൽ എന്ന് പറയുമ്പോൾ എങ്ങനെയും താൻ ജയിക്കണം, ഈ ഗെയിം എങ്ങനെയെങ്കിലും ജയിച്ചേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ അവിടെ മണിക്കൂറോളം ഇരിക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞു രവിക്ക് പേടിയുണ്ട്. പക്ഷെ രവി ജയിക്കണം എന്ന മനസ്സിലുള്ളത് കാരണം അവൻ്റെ പേടിയൊക്കെ മറന്നു പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കാണാൻ കഴിയുന്നത്, പിന്നെ രവി മണിക്കൂർ കഴിഞ്ഞ ശേഷം വിചാരിക്കണം ഇനി തന്നെ ആരും തോൽപ്പിക്കാൻ പോകുന്നില്ല, ഇത്ര മണിക്കൂറായില്ല, ഇപ്പം താനായിരിക്കും ലാസ്റ്റ്. അപ്പം താൻ രവി ജയിച്ചു എന്നുള്ള ഇതിൽ ഇറങ്ങി വരുമ്പോൾ നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ സഹോദരിമാരും ഒക്കെ മറന്നു പോവുകയാണ് ചെയ്തത് രവീനെ. രവിയുടെ കാര്യമേ മറന്നുപോയി ബാക്കിയുള്ള കുട്ടികൾ. അപ്പം പറയുവാണ് അത് കഴിഞ്ഞ് രവി മനസ്സിലാക്കിയാണ് അവർ തന്നെ കൂട്ടാതെ വേറെയും പല ഗെയിം കളിച്ചിരുന്നു. ദെൻ ദേ ഹാഡ് പ്ലേഡ് അനദർ ആൻഡ് അനദർ. പിന്നെ അവർ ചെയ്ത ആക്ടിവിറ്റീസാണ് പറയുന്നത്. ഈ രവി ഒഴിച്ച് ബാക്കിയുള്ള കുട്ടികൾ ബ്രോക്കൺ മൽബറീസ് ഫ്രം ദ ട്രീസ് ആൻഡ് ഈറ്റൺ ദം, ഹെൽപ്പ് ദ ഡ്രൈവർ വാഷ് ദ കാർ വെൻ ദെയർ ഫാദർ റിട്ടേൺ ഫ്രം വർക്ക്, ഹെൽപ്പ് ദ ഗാർഡനർ വാട്ടർ ദ ബെഡ്സ് ടിൽ ഹി റോഡ് അറ്റ് ദം ആൻഡ് സോർ
ഹി വുഡ് കംപ്ലൈൻ ടു ദ പേരൻസ്. അപ്പം പേരൻസ് പിന്നെ നോക്കാൻ നേരം രവീനെ എല്ലാവരും കണ്ട് അതിശയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് എല്ലാവരും മനസ്സിലായോ ഇവരൊക്കെ രവീനെ മറന്നു പോയിന്ന്. അപ്പം രവി പെട്ടെന്ന് കരയാനായിട്ട് പോയി. പിന്നെ കുട്ടികൾ അവസാനമായിട്ട് കളിച്ചത് ഫ്യൂണറൽ ഗെയിമാണ്. ഇപ്പോൾ ഫ്യൂണറൽ ഗെയിം എന്ന് പറയുമ്പോൾ എന്താണ്, ഫ്യൂണറൽ ഗെയിമിൽ അപ്പം രവിക്ക് ഇൻട്രസ്റ്റേ ഇല്ല കളിക്കാനായിട്ട്. അപ്പം അടുത്ത ഗെയിം എന്ന് പറയുമ്പോൾ ഫ്യൂണറൽ ഗെയിമാണ്. 2 കുട്ടികൾ ഒരു ടണലൊക്കെ ഉണ്ടാക്കുകയാണ് അവരുടെ കൈ വെച്ചിട്ട്. അപ്പം വേറെ കുട്ടികളും അവർ ഇങ്ങനെ കുഴിയെടുക്കുകയാണ്. അപ്പോൾ രവി പെട്ടെന്ന് കരയുകയും അവൻ്റെ അമ്മയും പിള്ളേരും ഒക്കെ രവിയോട് കരച്ചിൽ നിർത്താൻ പറയുന്നു. എന്നിട്ട് ഈ ഗെയിം ജോയിൻ ചെയ്യാൻ പറയുന്നു. പക്ഷേ രവിക്ക് ഇതിനകത്തൊന്നും ജോയിൻ ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. അപ്പം മനസ്സിലായി. അപ്പോൾ അവൻ എന്താണ് പെട്ടെന്ന് തോന്നുന്നത്, ആ ഒരു ട്രോമയാണ് അല്ലേ. അവനെ ആരും തന്നെ മൈൻഡ് ചെയ്തില്ല അല്ലേ, ഒരു ഇൻസിഗ്നിഫിക്കൻസ് ആണ് അവന് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്റ്റോറി. പിന്നെ തീംസ് ഇൻ ദ ഷോർട്ട് സ്റ്റോറിയാണ് നമ്മൾ നോക്കുന്നത്. ചൈൽഡ്ഹുഡ് ട്രോമാസ് ഉണ്ട്, ഇൻസിഗ്നിഫിക്കൻസ് ഉണ്ട്, നെഗ്ലിജൻസ് ഉണ്ട്, ജലസി ടുവേർഡ്സ് കസിൻസ് ഉണ്ട്, പെർഫോമൻസ് പ്രഷർ, ഡിസാറ്റിസ്ഫാക്ഷൻ, ഇമോഷണൽ അപ്സ് ആൻഡ് ഡൗൺസ് ഓഫ് ചൈൽഡ്ഹുഡ്, ബിറ്റർ എക്സ്പീരിയൻസസ് ഓഫ് ലൈഫ്, പിന്നെ ഹാർഷ് റിയാലിറ്റി, ഫിയർ ആൻഡ് സേഫ്റ്റി. അപ്പം മനുവാണ് നമ്മുടെ ഈ ഗെയിമിൽ മനുവിനെയാണ് ആദ്യം ഈ ഹൈഡ് ആൻഡ് സീക്കിൽ ക്യാച്ച് ചെയ്യുന്നത്. പിന്നെ റെസ്റ്റ് ഓഫ് ദി ചിൽഡ്രൻ നമ്മുടെ രവീനെ മറക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയുണ്ട്. പിന്നെ ഈ സ്റ്റോറി എന്ന് പറയുമ്പോൾ ഇപ്പോൾ 3rd പേഴ്സൺ നറേറ്റീവിലാണ് ഉള്ളത്. ടോൺ എന്ന് പറയുമ്പോൾ അഗ്രസീവ് ആൻഡ് ഡൈഡാറ്റിക് ആണ്. സിമ്പിൾസ് എന്ന് പറയുമ്പോൾ വരാന്ത എന്ന് പറയുമ്പോൾ എന്താണ്, ഫെമിലാരിറ്റിയാണ് ആൻഡ് സേഫ്റ്റിയാണ്. ഷെഡ് എന്ന് പറയുമ്പോൾ ഫിയർ ഓഫ് ദി അൺനോൺ. ഫ്യൂണറൽ ഗെയിം എന്ന് പറയുമ്പോൾ ഡെത്ത് ഓഫ് രവീസ് ഡ്രീംസ് ആൻഡ് ഹോപ്സ് അല്ലേ. രവിയുടെ ഡ്രീം എന്തായിരുന്നു, തൻ്റെ കസിൻസിനെക്കാട്ടിലും എന്താണ് തനിക്കാവണം വിക്ടറി എന്നുള്ള രീതിയിൽ. പിന്നെ ഇമേജറി എന്ന് പറയുമ്പോൾ ഇവിടെ ഡാർക്ക്, പിന്നെ ഇതിനകത്ത് ഐറണി ഉണ്ട്. സിഗ്നിഫിക്കൻസ് ഓഫ് ദി ടൈറ്റിൽ എന്ന് പറയുമ്പോൾ എന്താണ്, ദ ട്വൈലൈറ്റ് എന്ന് പറയുന്നത് ലൈറ്റ് ആൻഡ് ഡാർക്ക്നെസ്, പിന്നെ റിയാലിറ്റി ആൻഡ് ഫാൻറ്റസിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.